മൃതദേഹത്തിൽ മറ്റ് ആഭരണങ്ങളൊന്നും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല എന്ന് തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ ആഭരണങ്ങൾക്ക് വേണ്ടി ഇവരെ കൊല ചെയ്തു എന്നാണോ പോലീസിന്റെ നിഗമനം? പല കാര്യങ്ങളും പോലീസിന് മുൻപിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ ഈ വാടക വീട് പൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഘട്ടത്തിൽ വീട്ടിൽ ഇവർ താമസിച്ചിരുന്ന യാതൊരു സാധന സാമഗ്രികളോ ഇവിടെ അവശേഷിച്ചിരുന്നില്ല, എല്ലാം ഇവർ കൊണ്ടുവരുന്നു. അതിനർത്ഥം പോലീസ് മനസ്സിലാക്കുന്നത് ഇത് കൊലപാതകം തന്നെ, ഇവർ കൊലപാതകം നടത്തി ഇത് മറവ് ചെയ്ത് ഇവർ തന്നെ ആയിരിക്കും. അതിനുശേഷം ഇവർ പൂർണ്ണമായും, താൽക്കാലികമായിട്ടല്ല പൂർണ്ണമായും ഈ പ്രദേശം വിട്ട് പോകാൻ ഇവർ പദ്ധതി ഇട്ടിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ കൊലപാതകം ആസൂത്രിതമാണോ എന്ന് പോലീസ് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ 4-ാം തീയതി ഇവർ സുഭദ്രയെ കൂട്ടിക്കൊരുന്ന ദൃശ്യങ്ങളടക്കം 24 പുറത്തു വിട്ടിരുന്നു. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് നിന്ന് ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ, കടവന്ത്രയിലെ വീടിന് മുൻപിൽ നിന്ന് ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ, അങ്ങനെ ദൃശ്യങ്ങൾ 4-ാം തീയതി ഇവർ കൂട്ടിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആസൂത്രിതമായി ഇവരെ ഇവിടെ എത്തിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊല നടത്തിയ ശേഷം കുഴിച്ചു മൂടി തെളിവുകൾ നശിപ്പിച്ച ശേഷം പിന്നീട് അന്യ സംസ്ഥാനത്തേക്ക് കടക്കുകയായിരുന്നോ എന്ന സംശയം പോലീസിനുണ്ട്. പക്ഷേ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതക കാരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ. നിലവിലെ പോലീസിന്റെ സംശയം ഇത് കൊലപാതകമാണെന്ന ഒരു വിലയിരുത്തൽ ഉണ്ടെങ്കിൽ അതിന്റെ ആധാരം ഈ പറയുന്ന സാമ്പത്തിക തർക്കങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പോലീസ് മനസ്സിലാക്കുന്നത് മൃതദേഹത്തിൽ സ്വർണ്ണ ആഭരണങ്ങൾ ഇല്ലായിരുന്നു എന്നതാണ്. ഒരു തരത്തിലുള്ള അപകട മരണം ഉണ്ടായി കുഴിച്ചിട്ടതോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു മാറ്റുകയോ ഇവർക്ക് ഈ രീതിയിൽ സ്ഥലം വിടുകയോ പോലീസിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുകയില്ല. ഒപ്പം തന്നെ ഈ പ്രദേശവാസികളെ സംബന്ധിച്ചും അവർക്കും പറയാനുള്ളത് പോലീസിനെ ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവർ എപ്പോഴും വാതിൽ തുറക്കാറില്ലായിരുന്നു, എപ്പോഴും വാതിൽ അടച്ചിട്ടായിരുന്നു വീട്ടിൽ ഇരുവരും കഴിഞ്ഞിരുന്നത്. രാത്രി 8 മണി കഴിഞ്ഞാൽ അടക്കം വീട്ടിലെ ലൈറ്റുകളെല്ലാം ഓഫ് ആക്കുമായിരുന്നു. 2 വർഷത്തിലധികമായി വാടകയ്ക്ക് താമസിക്കുകയാണ്. ഈ വീട്ടിൽ താമസിക്കുന്ന മാത്യൂസിന്റെ വീട് ഏതാനും കിലോമീറ്ററുകൾ അടുത്തുള്ള കാട്ടൂർ. ആലപ്പുഴയിൽ കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കാണാതായ സുഭദ്രയുടേത് എന്ന മക്കൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്. വിവരങ്ങളാണ് മനീഷ് മഹിപാൽ നൽകിയത്.